السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഈ പള്ളിപ്പൊയിലിൻ്റെ പരിസരത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിൽ അതിൻ്റെ യുവജന പ്രസ്ഥാനം വളരെ ഭംഗിയായി മനോഹരമായി ഒരുക്കിയിട്ടുള്ള അൽബയാൻ സെൻ്ററിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങൾ പൂർത്തീകരിച്ച് ഇന്നു മുതൽ തുടർന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന സെൻ്ററിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ശിഹാബ് അടക്രം മൗലവി നമ്മോട് സംസാരിച്ചു. പെർമിഷനുള്ള 10 മണി വരെ സംസാരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം, നമ്മളെപ്പോഴും കാണുന്നവരും എപ്പോഴും സംസാരിക്കുന്നവരുമായതുകൊണ്ട് തന്നെ എൻ്റെ സംസാരത്തിൽ കൂടുതൽ ദൈർഘ്യം ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ഞാൻ നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സാധാരണഗതിയിൽ ഒരു പ്രദേശത്ത് അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാൻ വേണ്ടി, അത് കുഞ്ഞു മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി, അത് ഹിഫ്ളാക്കുവാനും അതിൻ്റെ അർത്ഥം പഠിക്കാനും ഒക്കെയുള്ള ഒരു സ്ഥാപനം വരുമ്പോൾ സ്വാഭാവികമായും ഇൽമുള്ള, ബോധമുള്ള, അറിവുള്ള മനുഷ്യരെല്ലാം ചെയ്യുക, ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്, ഞാൻ നിങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചത് ഏറ്റെടുക്കുകയാണ് സാധാരണഗതിയിൽ ബോധമുള്ള ഒരു മുസ്ലിം. എന്നാൽ നിങ്ങൾ ഈ സ്ഥലം കൊടുക്കാൻ പാടില്ല, അവിടെ ആ ക്ലാസ്സിന് പെർമിഷൻ നിങ്ങൾ കൊടുക്കരുത്, ബിൽഡിംഗ് കൊടുക്കരുത്, അവിടെ നടക്കുന്ന ആ വിജ്ഞാന സദസ്സിന് ആരും പങ്കെടുക്കരുത്, അവിടെ ആരും അതിൽ പോകാനോ കേൾക്കാനോ പാടില്ലെന്നൊക്കെ പറയുന്ന ഈ സമുദായത്തിന് അകത്തുള്ള മനുഷ്യരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തണമെന്ന് വിനയത്തോടെ, സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആരെയും ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും വഴക്കിടാനൊന്നുമല്ല, ചില ബോധ്യപ്പെടുത്തലുകൾക്ക് വേണ്ടിയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ വിരുമാറിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മാലാഖയിലൂടെ ആ വഹി ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുക. അത് കിട്ടുന്ന സമയത്ത് വളരെ വിയർത്ത് കുളിച്ച് ഭാരമേറിയ ഒരു വസ്തു ചുമക്കുന്നത് പോലെ പ്രയാസകരമായി അതിങ്ങനെ പഠിക്കാനും കേൾക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ അല്ലാഹുവിൻ്റെ ഖുർആൻ ഈ കൃത്യമായി കൊണ്ടുള്ള താക്കീത് ഇങ്ങനെ കൊടുക്കുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ.
പുതപ്പിട്ട് മൂടിയ പ്രവാചകരെ നിങ്ങൾ എഴുന്നേൽക്കണം, രാത്രിയിൽ നമസ്കരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. നബിയെ, താങ്കൾ പുതപ്പിട്ട് കിടക്കുന്ന നബിയെ, താങ്കൾ എഴുന്നേൽക്കണം, ജനങ്ങൾക്ക് താക്കീത് കൊടുക്കണം. ആർക്കാണ് താക്കീത് കൊടുക്കേണ്ടത്? വഅൻദിർ അശീറതകൽ അഖ്റബീൻ. നബിയേ, നിങ്ങൾ നിങ്ങളുടെ അടുത്ത കുടുംബക്കാരെ, ബന്ധുക്കളെ വിളിച്ച് താക്കീത് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ മുകളിലേക്ക് ജനങ്ങളെ വിളിച്ചു. അള്ളാന്റെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, വഹീന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളോട് സംസാരം ആരംഭിച്ചു. നമുക്ക് ദൈവങ്ങളില്ല, നമുക്ക് ഒരുപാട് ആരാധ്യ വസ്തുക്കളില്ല, നമുക്ക് വേറെ വേറെ വിഗ്രഹങ്ങളും പ്രതിമകളും പ്രതിഷ്ഠകളുമില്ല, നമുക്ക് ഒരേ ഒരു ഇലാഹ് മാത്രമാണ് ഉള്ളത്, അത് റബ്ബ് മാത്രമാണെന്ന് പ്രഖ്യാപിച്ചപ്പോ ആ കുടുംബക്കാരിൽ നിന്ന് മുതിർന്ന ഒരാൾ എഴുന്നേറ്റ്, അബൂലഹബ് എഴുന്നേറ്റ് പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ. മുഹമ്മദേ, നിനക്ക് നാശം, ഇത് പറയാനാണോ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? നോക്കൂ നിങ്ങൾ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും അനുയായികളും ലക്ഷക്കണക്കിന് സ്വഹാബത്തുല്ലാത്ത നാട്ടിൽ എഴുന്നേറ്റ് ഒറ്റക്ക് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പോലും സ്വന്തം കുടുംബത്തിൽ നിന്ന് വിമർശനമുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പ്രവാചകനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഈ മനുഷ്യൻ നമ്മുടെ ബന്ധങ്ങളെ തകർക്കാമെന്നവനാണ്, നമ്മളെ രണ്ടാക്കാമെന്നവരാണ്, നമ്മളെ പിളർത്താൻ വന്നവരാണ്, നമ്മളെ പുത്തൻവാദിയാക്കാൻ വന്നവരാണ്, നമുക്കിടയിലെ സ്നേഹം നശിപ്പിക്കാൻ വന്നവനാണെന്ന് ശത്രുക്കളെല്ലാവരും പല നിലക്കുമുള്ള പ്രചരണങ്ങളുണ്ടായി. പല സന്ദർഭങ്ങളിൽ വിഷമത്തോടുകൂടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അള്ളാന്റെ ഖുർആനിൽ സമാധാനിപ്പിച്ച് ആയത്തിറക്കുകയാണ്, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വായിച്ചു നോക്ക്, പഠിച്ചു നോക്ക്. നബിനെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് ഖുർആനിലെ ആയത്തുകൾ ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, സൂറത്തു ശുഅറായിൽ കാണാം, പല പ്രവാചകന്മാരും അവരുടെ നാട്ടിൽ ചെന്നിട്ട് ജനങ്ങളോട് പറയാണ്, യാ ഖൗമി ഉബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം ജനങ്ങളെ, അവനല്ലാതെ, അല്ലാഹയല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ഇലാഹില്ല. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ലാഭം, നിങ്ങളിൽ നിന്ന് ഒരു നല്ല വാക്ക്, നിങ്ങളിൽ നിന്നൊരു ചെറിയ പ്രതിഫലം പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ലോകരുടെ റബ്ബിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചാണ് ഈ സംസാരിക്കുന്നത്. അത് പറഞ്ഞ എത്രയോ പ്രവാചകന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. എത്ര പ്രവാചകന്മാര്! ഫകദ്ദബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. ഒന്നും രണ്ടും പ്രവാചകന്മാരൊക്കെ നിഷേധിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ മഹത്തരമായ ദൗത്യവുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. ആരുമില്ലാത്ത ആ നാട്ടിൽ അള്ളാന്റെ ഖുർആനിന്റെ സന്ദേശം കേട്ടപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ വിശ്വസിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. പല ആളുകളും പ്രവാചകനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, അദ്ദേഹം ഒരു ഷാഇറാണ്, ഒരു കവിയാണ്, മജ്നൂനുൻ, ഭ്രാന്തനാണെന്ന് വരെ അവർ വിളിച്ചു പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു! സാഹിറുൻ, ഒരു മായാജാലം കാണിക്കുന്ന വ്യക്തിയാണെന്നവർ പറഞ്ഞു. എന്തെല്ലാം വാചകങ്ങൾ അവർ ചേർത്ത് വെച്ചു. മുഖത്തേക്ക് അവർ കാർക്കിച്ചു തുപ്പിയിട്ടുണ്ട്. ഒരുപാട് ഉപദ്രവിക്കാൻ, കൊല്ലാൻ അവർ പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തിന്റെ പേരിലായിരുന്നു? ഈ ദീനിന്റെ പേരിൽ. ഈ ദീനിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പറയാൻ തുടങ്ങി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് അബൂജഹൽ അടക്കമുള്ള, ഉത്ബത്ത് അടക്കമുള്ള നേതാക്കന്മാര് പറയാറുണ്ട്, നിങ്ങളാരും അത് കേൾക്കാൻ പോകരുത്, കേൾക്കരുത്. ആരാ പറയണത്? ശത്രുക്കളെ വാക്കാണ്. വഖാലല്ലദീന കഫറു, കാഫിരീങ്ങൾ പറയുകയാണ്, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ,
നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്. വൽഗൗ ഫീഹി, നിങ്ങൾ അവിടെ ചെന്ന് ബഹളുണ്ടാക്കണം. ലഅല്ലക്കും തഗ്ലിബൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. കേൾക്കരുത്, കേൾപ്പിക്കരുത് എന്ന് പറയുന്നത് അന്നത്തെ അബൂജഹൽ അടക്കമുള്ള നേതാക്കന്മാരുടെ ശൈലിയായിരുന്നു. നമ്മളോടോ അല്ലദീന യസ്തമിഊനൽ ഖൗൽ, സന്മാർഗം കിട്ടണമെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നവരാകണം. വയത്തബിഊന അഹ്സൻ, എന്നിട്ട് നല്ലത് പിൻപറ്റുന്നവരായി മാറണം. കേൾക്കുന്നതിന് എന്താ പ്രയാസം? സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബം ഇത്തരത്തിൽ ഈ നന്മയുടെ വക്താക്കളാകാൻ അള്ളാന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുകളും നമ്മളെ എത്രയെത്ര സന്ദർഭങ്ങളിലാ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലാണ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം. ഇത് എല്ലാവർക്കും ബാധകമായതാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്നാ വിളിക്കുന്നത്. ഇതൊരു മുജാഹിദിന്റെ പ്രശ്നമല്ല, ഇതൊരു സുന്നിയുടെ പ്രശ്നമല്ല, ഇത് ഏതെങ്കിലും ഒരു രാജ്യക്കാർക്കുള്ളതല്ല. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ആളിക്കത്തുന്ന വിറക് ഒരാൾക്കും സഹിക്കാൻ പറ്റൂല. ഒരാൾക്കും മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറയുന്നുണ്ട്, യാ ഫാത്തിമ അൻഖിദീ നഫ്സകി മിനന്നാർ. കരളിന്റെ കരളായ, കരളിന്റെ കഷ്ണമായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാരമോളായ, തങ്ങൾ കുടുംബത്തിന്റെ നായകസ്ഥാനമുള്ള നബി തങ്ങളാ പറയുന്നത്, ഫാത്തിമ, നരകത്തിൽ നിന്ന് നീ നിന്റെ തടിനെ കാത്തോളണം. നബിന്റെ മോളാന്ന് പറഞ്ഞിട്ട് അവിടെ രക്ഷപ്പെടാൻ കഴിയൂല. ആ നരകത്തിന്റെ വിറകായി മാറരുത്. എന്താണ് അതിന്റെ തഫ്സീറിൽ കാണാൻ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഅ്മുറുഹും ബിത്വാഅത്തില്ലാഹ്, കുടുംബത്തിലുള്ളവരോട് അല്ലാഹനെ അനുസരിക്കാൻ പറയണം. വതൻഹാഹും അൻ മഅസിയത്തില്ലാഹ്, അല്ലാഹനെ ധിക്കരിക്കുന്ന എന്ത് വീട്ടിൽ നടന്നാലും കുടുംബത്തിൽ നടന്നാലും അരുതേ എന്ന് പറയലാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാമ നാസിർ സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, അമായഹ്മാലുൽ ഔലാദി, മക്കൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, നമസ്കാരം അവർക്കില്ല, അവർ പുറത്ത് കറങ്ങി നടക്കുന്നു, സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു, ഹാൻഡ്സ് ചുണ്ടിൽ തിരികെ വെച്ചിരിക്കുന്നു, കൃത്യമായി പള്ളിയിൽ പോകുന്നില്ല, മഗ്രിബിന്റെ സമയത്തും അവർ കളിയിലാണ്, രാത്രിയിൽ എത്രയോ വൈകിയാണ് അവർ വീട്ടിലെത്തുന്നത്, സുബഹിന്റെ ജമാഅത്തിന് എഴുന്നേറ്റ് പോകാൻ അവർ രാത്രി കടന്നുറങ്ങുന്നില്ല. എന്ത് സംഭവിച്ചാലും അമാഹ്മാലുൽ ഔലാദി, മക്കളെ അവഗണിച്ചാൽ ഫളററുൻ കസീറുൻ, ധാരാളം ഉപദ്രവമാണ് വരാൻ പോണത്. വഖതറുഹു കസീർ, അതിന്റെ അപകടം മാരകമായിരിക്കും. സ്വന്തം മക്കളെ തീകുണ്ടാരത്തിലേക്ക് നമ്മൾ എറിയോ? വീട് കത്തിപ്പിടിച്ചാൽ നമ്മളങ്ങനെ മിണ്ടാതെ മൗനികളായിരിക്കുമോ? ഇല്ല. എങ്കിൽ ആളിക്കത്തുന്ന വിറകിനെ എത്ര ഭയപ്പെടണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, മുർറൂഹും ബിൽ മഅറൂഫി, കുടുംബക്കാർക്ക് മഅറൂഫായ നന്മ പറഞ്ഞു കൊടുക്കണം. വൻഹൗഹും അനിൽ മുൻകരി, ഇസ്ലാം വിലക്കിയ തിന്മകളിൽ നിന്ന് കുടുംബത്തെ വിലക്കണം. വലാ തദഊഹും ഹമലൻ ഫതഅകുലഹുമുൻ നാർ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വിറകായി കത്തിവെരിയുന്ന വിറകാക്കി നിങ്ങളവരെ മാറ്റല്ലേ. പള്ളി പോയില്ലേ കുഴപ്പമില്ല, നിസ്കരിച്ചില്ലേ കുഴപ്പമില്ല, മുജാഹിദായ കുഴപ്പം. മുജാഹിദായാലോ നിസ്കരിക്കും, പള്ളി പോകും, ഇസ്ലാം പഠിപ്പിച്ച ദിക്ർ ചൊല്ലും, ഇസ്ലാം പഠിപ്പിച്ച സ്വലാത്ത് ചൊല്ലും, വസ്ത്രത്തിന്റെ നിബന്ധന പാലിക്കും, താടിരോമങ്ങൾ വളരാൻ തുടങ്ങും, ഇസ്ലാം പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും, വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനു വേണ്ടി അൽബയാൻ സെന്ററിൽ ഒരുമിച്ച് കൂടും, മക്കൾക്ക് വേണ്ടി CRE സംവിധാനം ഉപയോഗപ്പെടുത്തും, തൻ്റെ ഭാര്യയെ, മക്കളെ, പെങ്ങളെ, പെൺകുട്ടികളെ ദീനുള്ളവരാക്കി മാറ്റാൻ ശ്രമിക്കും. അവർ തോന്നിവാസികളാകരുത്, അവർ പേക്കൂത്തുകളാവരുത്, അവർ ഡാൻസിന്റെ ആളുകളായി, തോന്നിവാസത്തിന്റെ ആളുകളായി മാറാതിരിക്കാൻ ഒരു മുഅ്മിനായ മുസ്ലിഹായ മനുഷ്യൻ ആഗ്രഹിച്ചു പോകും.
അവിടെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനത്തെ സ്റ്റെപ്പും കടന്നുപോയി ലോകത്തുനിന്ന് മരണം വന്നുകൊണ്ട് ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോകുന്നതിൻ്റെ മുമ്പ് ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോരുത്തരും അവനവൻ ചെയ്യേണ്ടുന്ന ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കണം. നമ്മളൊക്കെ വിവാഹ ജീവിതത്തിൽ കടന്നു വന്ന ഭാര്യമാര്, ഭർത്താക്കന്മാരുടെ റോളുണ്ട്, ഇവിടെ സഹോദരിമാരുണ്ട്. ഈ ശബ്ദം പരിസര വീടുകളിൽ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ ആഗ്രഹിക്കുന്നത് നരകത്തുനിന്ന് രക്ഷപ്പെട്ട് സ്വർഗം കിട്ടണമെന്നാണെങ്കിൽ ഫമൻ സുഹ്സിഹാനിൻ നാർ വഉദ്ഖിലൽ ജന്നതി ഫഖദ് ഫാസ്. ആളിക്കത്തുന്ന നരകത്തുനിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവരാണ് വിജയിച്ചത്. ഇവിടുത്തെ വീടാരും കൊണ്ടുപോകുന്നില്ല. സ്വർണത്തിന് വില പിടിപ്പുള്ള ഈ സമയത്ത് നമ്മളാരും മരിച്ചാൽ സ്വർണം കൊണ്ടുപോകുന്നില്ല, വാഹനം കൊണ്ടുപോകുന്നില്ല, ഗൂഗിൾ പേ കൊണ്ടുപോകുന്നില്ല, സംവിധാനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല. 3 കഷ്ണം തുണിയിൽ ചുറ്റിപ്പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് പ്രിയപ്പെട്ട നാട്ടുകാർ, ബന്ധുക്കളെല്ലാം തിരിച്ചു പോന്നാൽ ബർസഖിന്റെ നീണ്ടു കിടക്കുന്ന ഒരു ലോകം വരാനുണ്ട്. അവിടെ ചോദ്യമുണ്ട്, റബ്ബുകാരാ നിന്റെ റബ്ബ്, നീ എന്തു പറയാനാ വിചാരിക്കുന്നത്? അതുപോലെ തന്നെ പ്രവാചകരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരാണ് ഇതെന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദുർ റസൂലി, ഇതെന്റെ പ്രവാചകനായ റസൂലാണെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? വിശുദ്ധ ഖുർആനിന്റെ ആളാണെന്ന് പറയാൻ, എൻ്റെ ഇമാമ ഖുർആൻ എന്ന് പറയാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമാണോ? ഒരു പെണ്ണ് സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വിവാഹം കഴിഞ്ഞവരെ, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, 5 നേരം നമസ്കരിച്ചാൽ, വസാമത്ത് ഷഹ്റഹാ, കൃത്യമായ 1 മാസക്കാലത്തെ നോമ്പ് നോറ്റാൽ, വഅതാഅത് സൗജഹാ, ഭർത്താവിനെ അനുസരിക്കുന്നവളായാൽ, അതേപോലെ വഹഫിളത്ത് ഫർജഹാ, ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കുന്നവളായാൽ, ദഖലത്തിൽ ജന്ന, അവൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. ഭർത്താവ് ആരുമാകട്ടെ, ജോലിയുള്ളവനാകാം, അല്ലാത്തവനാകാം, ഭാര്യ വീട്ടിലാകാം, ഭർത്താവിൻ്റെ വീട്ടിലാകാം, അത് എന്തൊക്കെ ആരൊക്കെ എവിടെയൊക്കെ ആവട്ടെ, ഭർത്താവ് എന്ന സ്ഥാനമുള്ള മഹർ തന്ന നിക്കാഹ് ചെയ്ത ഒരാളാണോ, ആ മനുഷ്യനെ അനുസരിക്കാതെ പെണ്ണെ സ്വർഗത്തിലെത്താൻ കഴിയൂല. അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. ഒരു പെണ്ണ് മരിക്കുമ്പോൾ ഭർത്താവിൻ്റെ ഇഷ്ടത്തോടെ പൊരുത്തത്തോടെ മരിച്ചവളാണെങ്കിൽ അവൾക്ക് സ്വർഗമുണ്ട്. പെണ്ണേ, നമ്മുടെ ജീവിതത്തിൽ അള്ള നൽകിയ മഹത്തായ ഒരു ഭാഗ്യമായി നീ മനസ്സിലാക്കിക്കോ. വിധവകളോട് ചോദിച്ചു നോക്ക്, ഭർത്താവിന് നഷ്ടപ്പെട്ട വിധവകളോട് ചോദിച്ചു നോക്ക്, ഒരു ഭർത്താവിൻ്റെ വില എന്താണെന്ന് അവർ നമുക്ക് പറഞ്ഞു തരും. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ലഭിക്കുന്ന ഈ മനുഷ്യന്മാരെ മരിക്കുന്നതിൻ്റെ മുമ്പ് സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അവർ പറയുന്ന കാര്യങ്ങളെ അനുസരിക്കാൻ നമുക്ക് കഴിയണം. അവരുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ടത് നമ്മളാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. അള്ളാഹു നൽകിയിട്ടുള്ള ഈ ദാമ്പത്യ ജീവിതം മനോഹരമാക്കാൻ ഹുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുന്ന. വിശുദ്ധ ഖുർആനാ പറയുന്നത്, അവർ നിങ്ങളുടെ വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമായി മാറേണ്ടതുണ്ട്. മറച്ചു വെക്കാം, സുരക്ഷിതത്വം കൊടുക്കാം. ഒരു വസ്ത്രത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട്, അതുപോലെയാണ് ദാമ്പത്യം എന്ന് പറയുന്ന മനോഹരമായ ജീവിതമുണ്ട്. ഭാര്യമാരെ പോലെ തന്നെ ഭർത്താക്കന്മാരെ, നമുക്കും സ്വർഗമാണ് ആഗ്രഹമെങ്കിൽ ചില ഉത്തരവാദിത്തങ്ങൾ മറക്കാതെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഭർത്താക്കന്മാർ വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്ക് എന്ത് ബാധ്യതയാ നിർവഹിക്കാനുള്ളത്? നീ കഴിക്കുമ്പോൾ പെണ്ണിന് വസ്ത്രം, അവൾക്ക് നീ ഭക്ഷണം കൊടുക്കണം. നീ ധരിക്കുമ്പോൾ നിന്റെ ഭാര്യക്ക് നീ അവൾക്ക് വേണ്ടുന്ന വസ്ത്രം ധരിപ്പിക്കണം. അതുപോലെ തന്നെയാണ് അവിടുന്ന് പറയാണ്, വലാ തദ്രിബിൽ വജ്ഹ്, അവളുടെ മുഖത്തടിക്കരുത്. വലാ തുഖബ്ബിഹ്, അവളെ വഷളാക്കരുത്. വലാ തഹ്ജുറ ഇല്ലാ ഫിൽ ബൈതി, വീട്ടിൽ വെച്ചല്ലാതെ പിണങ്ങരുത്. ഇനി വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ഖുർആനിലൂടെ കുടുംബം വരച്ച് കാണിക്കുകയാണ്. ഒറ്റ വാക്കില്ലത് പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, മര്യാദയോടെ മാന്യമായി നിങ്ങൾ അവരോട് പെരുമാറണം. ഇതിലെന്ത് പുത്തൻവാദമുള്ളത്? ഇത് കേൾക്കണ്ടെന്ന് പറയണതിൽ എന്താണ് മാന? ഇത് കുടുംബം ആസ്വദിക്കരുത്, അനുഭവിക്കരുത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ നിലവാരം എന്താണ്? അത് ജനങ്ങളോട് മഹല്ലുകളിൽ മെസ്സേജ് അയച്ചു കൊടുക്കുന്നു. എന്താണ്, എന്ത് നേട്ടമാണ്? ഈ ലഹരിക്കെതിരെയും തോന്നിവാസങ്ങൾക്കെതിരെയും നമ്മൾ മിണ്ടാതിരിക്കുകയാണോ വേണ്ടത്?
എല്ലാവരും അവനവന്റെ ഫോൺ നോക്കി ഇരുന്നാൽ ഈ നാട്ടിലെ, ഈ മഹല്ലിലെ, ഈ നാടിന്റെ പൾസിനെ മനസ്സിലാക്കാതെ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ മൃഗങ്ങളെ പോലെ തിന്ന് കുടിച്ച് ഉറങ്ങി രമിച്ച് രസിച്ച് തീർന്നാ മതിയോ? ബാധ്യതയില്ലേ മരിക്കണതിന് മുമ്പ്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താക്കന്മാരോട് പറയാണ്, ഭർത്താക്കന്മാരെ, നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് വിലയിരുത്തേണ്ടത് നിന്റെ ഭാര്യയാണ്. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലി, അവരുടെ കുടുംബത്തിലുള്ളവരോട് മാന്യമായി പെരുമാറുന്നവരാണ് ഏറ്റവും നല്ല പുരുഷന്മാര്. ഭാര്യമാരെ, വീട്ടിൽ നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ ആ ജോലിക്ക് സ്വർഗം ആഗ്രഹിക്കണം. നല്ല നിയ്യത്തോടുകൂടെ മക്കളെ കൃത്യമായി വളർത്താൻ ശ്രമിക്കണം. ഭർത്താവിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ട് എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന നിയ്യത്തുണ്ടാവണം. നമ്മുടെ ഭർത്താക്കന്മാർ തെറ്റായ മാർഗങ്ങളിലേക്ക് പോകാതിരിക്കാൻ അവർക്ക് ദീന് കിട്ടണം, അവർക്ക് UHLSന്റെ പഠിതാവായി മാറണം. ഇത്തരത്തിലുള്ള നിരവധി അനവധി ഉത്ബോധനങ്ങൾ ആഴ്ചക്കാഴ്ചക്ക് അവർക്ക് ലഭിക്കണം. അൽബയാൻ സെന്റർ അത്തരത്തിലൊരു വലിയ പരിഹാരമാണ് ഇൻഷാ അല്ലാഹ് ശ്രമിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഒരു സഹകരണമാണ് അവിടെ വേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളെ കൃത്യമായി കൊണ്ട് ഇസ്ലാമിക ചിട്ടയിലേക്ക് മാറ്റാൻ ശ്രമിക്കണം. വീടെന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഒരു നിലനിൽക്കുന്ന കേന്ദ്രമായി മാറണം. അവിടെ ചിത്രങ്ങളും രൂപങ്ങളും ഉണ്ടാക്കി വെക്കരുത്. നിരവധി അനവധി മ്യൂസിക്കൽ ബ്രാൻഡുകളായി എപ്പോ നോക്കിയാലും സംഗീത ആസ്വാദനത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടതാ അത് അനുഭവിക്കുന്ന ആളുകളായി മാറരുത്. എപ്പോഴും വഴക്കും ബഹളവുമായി കൊണ്ട് കാരുണ്യത്തിന്റെ മലക്കുകൾ വരാത്ത അവസ്ഥ നമ്മുടെ വീടുകൾക്ക് ഉണ്ടാക്കരുത്. പുരുഷന്മാര് വീടുകളിൽ വെച്ച് സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ സ്ത്രീകളെല്ലാം വീടുകളിൽ കൃത്യമായി അവരുടെ ജമാഅത്ത്, അവരുടെ ഫറദാക്കപ്പെട്ട നമസ്കാരം പാലിക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടാകണം. വിശുദ്ധ ഖുർആനിന്റെ പാരായണം അവിടെ വേണം. 1400 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ ഖുർആൻ ഇറക്കി തന്നിട്ടുണ്ട്. ഓതിയാൽ പ്രതിഫലം കിട്ടുന്ന ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും ഉത്തമമായ സംസാരം അള്ളാന്റെ കലാമാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നടത്തുന്ന ഏക ഗ്രന്ഥം അത് ഖുർആനാണ്. ആ ഖുർആൻ പഠിക്കണം, പാരായണം ചെയ്യണം വീടിനകത്ത്. ലാ തജഅലൂ ബുയൂതകും മഖാബിറ, ഹദീസിൽ പറഞ്ഞ വാക്കാണ്. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കരുത്. ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കി മാറ്റരുത്. എന്താ മഖ്ബറകള്? അവിടെ അങ്ങനെ നമസ്കാരം ഉണ്ടാവില്ല, അവിടെ എപ്പോഴും ഖുർആൻ ഓത്തുണ്ടാവില്ല എന്ന വീട് അങ്ങനെയാകരുത്. ഫഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഗ്രന്ഥം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളാണ് ഇന്ന് വീടുകളിൽ പാരായണം ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്ക, നിങ്ങൾ ഏത് ഗ്രന്ഥം പരിശോധിച്ച് നോക്കിക്കോ. മുഹയ്യിദ്ദീൻ മാലയുടെ പഴക്കം കേവലം 400 കൊല്ലമാണ്. കുതുബിയത്തിന്റെ പഴക്കം 300 കൊല്ലമാണ്. ഹദ്ദാദിന്റെ പഴക്കം 700 കൊല്ലമാണ്. മങ്കുസ മൗലിദിന്റെ പഴക്കം 600 കൊല്ലമാണ്. നാരിയ സ്വലാത്തിന്റെ പഴക്കം 300 കൊല്ലമാണ്. താജു സ്വലാത്തിന്റെ പഴക്കം 100 കൊല്ലത്തിൽ താഴെയാണ്. ഇങ്ങനെ ഏത് കാര്യം എടുത്താലും 1400 കൊല്ലത്തിന്റെ പഴക്കം കാണൂല. അതുകൊണ്ട് തന്നെ അത് ആ ഖുർആനിന്റെ പുണ്യമതിനില്ല എന്ന് മാത്രമല്ല, അതിൽ വിശുദ്ധ ഇസ്ലാമിന് എതിരായി അതിനോട് യോജിക്കാത്ത നിരക്കാത്ത പലതും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുഹിയുദ്ദീൻ മാലയിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിനോടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്. കുതുബിയത്തിൽ 1000 തവണ യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്ന് വിളിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ കിതാബുകളും നിങ്ങളൊന്ന് ഒരു തവണ അർത്ഥം വെച്ച് വായിച്ചു നോക്ക്. 4444 ഏടിലും 313 ഏടുകളിലും ഒക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ എത്ര ഭക്തി പുരസ്സരമാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. അത് ദീനല്ല,
അത് ഇസ്ലാമിലുള്ളതല്ല, അത് നബി പഠിപ്പിച്ചതല്ല. ഷാഫി ഇമാമിന് അറിയില്ല, അഹ്മദ് ഇമാമിന് അറിയില്ല, അതുപോലെ തന്നെ ലോകത്ത് സുപരിചിതമായ മുഫസ്സിരീങ്ങൾക്ക് അത് പരിചയമില്ല. അതുകൊണ്ട് തന്നെ ആ ഖുർആനിന്റെ മഹത്വം അറിയാത്തത് കൊണ്ട് അത് മാറ്റിവെച്ചുകൊണ്ട് മറ്റു പലതും നമ്മുടെ വീടുകളിലുണ്ട്. കുത്തറാത്തീബ് വരെ നടത്തുന്ന പരസ്യമായ കേന്ദ്രങ്ങൾ പരസ്യമായി കത്തിയെടുത്തുകൊണ്ട് തൻ്റെ ശരീരത്തിൽ മുറിവാക്കിയിട്ട് യാ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഷെയ്ഖിനെ വിളിച്ചിട്ട് ആ മുറി മാറാൻ വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നത് ദീനിലുള്ളതല്ല, ഇസ്ലാമിലുള്ളതല്ല എന്ന് പറയാൻ എന്തുകൊണ്ട് നമുക്കൊരു പ്രയാസം? ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ഇസ്ലാം വളരെ വ്യക്തമായി പറയാണ്, വീട് എന്ന് പറയുമ്പോൾ ഖുർആനിന്റെ ഒരു മര്യാദ നോക്ക്, ഖുർആന്റെ ഒരു ശൈലി നോക്ക്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ കേന്ദ്രമാക്കി തന്നതാണ്. നമ്മുടെ ഭർത്താവിന്, ഭാര്യക്ക്, വാപ്പാക്ക്, ഉമ്മാക്ക്, കുടുംബത്തിലുള്ളവർക്ക് വീടൊരു ആശ്വാസ കേന്ദ്രമായി മാറണം. വീട് ആശ്വാസം ഉണ്ടാവണമെങ്കിൽ അവിടെ ഇസ്ലാമിന്റെ ഒരു സമ്പ്രദായമുണ്ട്. അല്ലാഹനെ മാത്രം ആരാധിക്കുന്നവരാകണം. വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം. 5ഉം 6ഉം 7ഉം മക്കളുള്ള വാപ്പമാരും ഉമ്മമാരും ഇന്ന് ഹയാത്തിലുണ്ടെങ്കിൽ ആലോചിച്ചു നോക്ക്. ഉമ്മയും ഉപ്പയും ഈ 6ഓ 7ഓ മക്കളെ കൃത്യമായി കൊണ്ട് ചെലവ് കൊടുത്തു, ജോലിയിലാക്കി കൊടുത്തു, നല്ല വീടുകൾ വെച്ചു കൊടുത്തു, എല്ലാം ഭദ്രമായി ചെയ്തു കൊടുത്തവരാണ്. 7 മക്കൾക്ക് ഇന്ന് ഒരു വാപ്പാനെ ഒരു ഉമ്മാനെ നോക്കാൻ പറ്റാതെ പലയിടങ്ങളിലും പല കേന്ദ്രങ്ങളിലും എത്തിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ്. വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് സൈഡുകളിൽ, വഴിയരികുകളിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ കാണപ്പെടുകയാണ്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഇവിടെ കിടക്കുന്നത്? പറയാൻ അവർക്ക് 4ഉം 5ഉം മക്കളുണ്ട്. അവരൊക്കെ ഉയർന്ന ജോലികളിൽ, പോസ്റ്റുകളിൽ ഇരിക്കുന്നവരാണ്. ഉമ്മ വേണ്ട, അവർക്ക് വാപ്പ വേണ്ട, അച്ഛൻ വേണ്ട, അമ്മ വേണ്ട. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വാക്ക് നോക്ക്, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഉമ്മാനും ബാപ്പാനും നോക്കണമെന്ന് അൽബയാൻ സെന്റർ പറയുന്നു. ഇത് പുത്തൻവാദാണെങ്കിൽ ഞങ്ങൾ ഈ പുത്തൻവാദം ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളുടെ ശ്വാസം നിലക്കുവോളം കാലം ആരൊക്കെ എതിർത്താലും, ആരൊക്കെ വിമർശിച്ചാലും, ഈ സ്ഥലം ഇന്ന് നാളെ മുതൽ തുറക്കരുതെന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലം ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത്, മറ്റൊന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെയാണ് സഹോദരങ്ങളെ ഒന്നാലോചിക്കണം നമ്മൾ. ഖുർആനാ പറയുന്നത്, സമാധാനത്തിന്റെ, ആശ്വാസത്തിന്റെ, ശിഫയുടെ ആശ്വാസത്തിന്റെ വാക്കുകളാ ഖുർആൻ നമുക്ക് തരുന്നത്. ഹുദല്ലിന്നാസ്, സന്മാർഗമാണ്, ബയ്യിനാത്താണ്, ഫുർഖാനാണ്. മാതാപിതാക്കളെ പരിഗണിക്കുന്നവരായി മാറണം. വീട് എന്ന് പറയുമ്പോൾ മക്കളെ പരിഗണിക്കുന്ന വീടായി മാറണം. ഇർഹമൂ മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ്സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ചെറിയവരോട് കരുണ കാണിക്കാത്ത, വലിയവരെ ബഹുമാനിക്കാത്തവർ നമ്മിൽ പെട്ടവരല്ല. കുട്ടികളെ പരിഗണിക്കണം, കുട്ടികൾക്ക് ദീന് കിട്ടണം, വീടിനകത്ത് സ്നേഹം ലഭിക്കുന്നവരായി മാറണം. എന്താണ് എന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ? ജനങ്ങളെല്ലാം പള്ളിയിൽ വരുന്നുണ്ട്, അതിൽ പല സ്വഭാവക്കാരുണ്ട്. ജുമാക്ക് വേണ്ടി കടകൾ പൂട്ടിയിട്ട് അവർ വരുന്നുണ്ട്. എന്നാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ലഹരിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഖത്തീബിന് കഴിയുന്നുണ്ടോ? നാട്ടിൽ നടക്കുന്ന ദുശീലങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എപ്പോഴെങ്കിലും ഒരു ഖുത്ബ കേൾക്കാൻ ഇന്ന് ലോകത്ത് കഴിയുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാഷയിലാണ് 23 കൊല്ലം സംസാരിച്ചത്, അറബിയിലാണ്. ഖുത്ബ നടത്തിയത് അറബിയിലാണ്. വിവാഹ ബന്ധങ്ങളിൽ മറ്റുള്ള എല്ലാ സംസാരങ്ങളിലും നടത്തിയ എല്ലാം അറബിയിലായിരുന്നു. അത് ജനങ്ങൾക്ക് മനസ്സിലായിരുന്നു. അവരാ സംസാരം കേട്ടിട്ട് മാറ്റണ്ടായിരുന്നു. നമ്മുടെ മഹല്ലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഖുത്ബക്ക് വേണ്ടി ജനങ്ങളെല്ലാം കടകമ്പോളങ്ങൾ അടച്ചു വന്നിരിക്കുമ്പോൾ നമ്മൾ എന്ത് ഉപദേശമാണ് അവർക്ക് കൊടുക്കുന്നത്? അവരെന്താ പഠിക്കുന്നത്? ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാർ വരുന്നുണ്ട് പള്ളിക്ക്, നിസ്കാരം കഴിഞ്ഞാൽ അവർ പോവാണ്. എന്ത് കിട്ടി? ഒന്നുമില്ല. നമ്മുടെ മക്കൾ അതുകൊണ്ട് എവിടെയാണ് ഇന്ന് എത്തിപ്പെട്ട്? തിന്മകൾ എന്തൊക്കെ ചെയ്താലും അതൊക്കെ നിസ്സാരമായി കാണുകയാണ്. എന്തു തിന്മ ചെയ്താലും അതൊക്കെ ചെറുതാണ് അവർക്ക്. മദ്യം അതിൻ്റെ ഒരു വഴിക്ക് നടക്കുന്നു.
ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. MDMA അതിപ്രസരമായി ഇന്ന് നമ്മുടെ ചെറിയ ചെറിയ മക്കളുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. തല്ലുണ്ടാക്കാൻ ഒരു ചെറിയ കാരണം മതി. ഭയങ്കര കൂട്ട തല്ലുകൾ ഇന്ന് വ്യാപിക്കുകയാണ്. ലെസ്ബിയനിസം, സ്വവർഗാനുരാഗം ഇന്ന് അതിപ്രസരമായി മീഡിയകൾ വഴി അതിനു വേണ്ടിയിട്ട് പ്രമോഷൻ മേടിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ കുട്ടികൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന് കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ക്രഷും അതുപോലെ തന്നെ പ്രണയങ്ങളും അവിഹിതങ്ങളും എത്രയായി പെരുകുകയാണ്. എന്താണ് മഹല്ലുകാരെ, പ്രിയപ്പെട്ടവരെ, നാട്ടുകാരെ, നമ്മൾ എന്താണ് പരിഹാരം കൊടുക്കുക? ഇസ്ലാം പരിഹാരം പറയുന്നുണ്ട്. ബന്ധങ്ങൾ യാതൊരു വിലയും കൊടുക്കാത്ത ഒരു പുതിയ തലമുറ നമ്മുടെ നാട്ടിലുണ്ട്. രക്ഷിതാക്കളെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കുട്ടികളുടെ ആവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് പെരുമാറാൻ പഠിക്കണം. നല്ല ക്ഷമയോടുകൂടെ മക്കളെ കൈകാര്യം ചെയ്യണം. വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹീങ്ങളായി അവര് മാറാൻ വേണ്ടിയിട്ട് റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, എപ്പോഴും സാലിഹീങ്ങളായി കിട്ടാനുള്ള പ്രാർത്ഥന അവർ ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് ആവശ്യമാണ്. ആവശ്യത്തിന് അവരുടെ പ്രായത്തിന് അനുസരിച്ചു കൊണ്ടുള്ള നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഒരു പോലീസുകാരനെ പോലെ ആകാതെ ഒരു കൂട്ടുകാരനെ പോലെ മക്കളോട് പെരുമാറേണ്ടതുണ്ട്. നല്ല സ്നേഹത്തോടെ ക്ഷമയോടെ അവരോട് പെരുമാറാനും അടുത്തിടപഴകി സംസാരിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഒരിക്കലും മക്കൾക്കെതിരായി നമ്മൾ പ്രാർത്ഥിക്കരുത്. നീ നന്നാവില്ല, നീ ഗുണം പിടിക്കില്ല, നിന്നെ കൊണ്ട് ഉപകാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ സംസാരിക്കരുത്. ലാ തദ്ഉ അലാ അൻഫുസികും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. വലാ തദ്ഉ അലാ ഔലാദികും, നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. വലാ തദ്ഉ അലാ അംവാലികും, നിങ്ങളുടെ സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കരുത്. ഇതൊക്കെ നന്നാകണം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇതൊക്കെ നന്നായി കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അവനൊരിക്കലും നന്നാകില്ലെന്ന് നീ അങ്ങ് തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കരുത് എന്നർത്ഥം. അതിനേക്കാൾ ഉപരിയായി ലോകത്ത് വന്ന അമ്പിയാക്കന്മാരൊക്കെ പഠിപ്പിച്ചൊരു തത്വമുണ്ട്. നമ്മുടെ കുടുംബം നന്നാവണോ, മക്കൾ നന്നാവണോ, അവർക്കൊരു മതം വേണം. ഏതാണ്? വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനി വയഅകൂബു, ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും അവരെ മക്കളെ വിളിച്ച് വസിയത്ത് കൊടുക്കുകയാണ്. ശ്രദ്ധിച്ചോളൂ, മക്കളോട് പറഞ്ഞു കൊടുക്കാണ്, മോനെ മോളെ എന്ന് വിളിച്ച് പറയാൻ നമുക്ക് പറ്റണം. യാ ബനിയ, പൊന്നു മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്കൊരു മതം തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. ദീന കൊടുത്ത്. അതിനാണ് പ്രൊഫഷണൽ സംവിധാനങ്ങളും ടീൻ സ്പേസുകളും എന്തെല്ലാം മക്കൾക്ക് ലഭിക്കേണ്ടുന്ന CRE പോലെയുള്ള സംരംഭങ്ങളൊക്കെ കൊടുത്ത്, മക്കളെ ഇതാ ഈ ദീനിൽ നിങ്ങൾക്ക് എങ്ങനെ നമസ്കരിക്കണം, ആരൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും, ആരൊക്കെയാണ് മെഹ്റമുകൾ, ആരുടെയൊക്കെയാണ് നമുക്ക് വിവാഹം പറ്റാത്തതും പറ്റുന്നതും എന്തൊക്കെയാണ്, ഏതൊക്കെ ബന്ധങ്ങൾ ഏതൊക്കെ ബന്ധനങ്ങൾ എന്ന് പഠിപ്പിക്കുന്ന കൃത്യമായ ഒരു നിർദ്ദേശം ഇസ്ലാമിന് പറയാനുണ്ടത് ദീനാണ്. ആ ദീനിനെ വേണ്ട മതം എന്തിനാ? മനുഷ്യനായാൽ പോരെ. ആ മതത്തിനൊരു ചട്ടക്കൂടുണ്ട്. മനുഷ്യൻ എന്തും തോന്നുന്നതെല്ലാം ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന ലിബറലിസം, സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ അതിർവരമ്പുകളും അപ്പുറത്ത് തനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാം, ആരെയും മാനിക്കേണ്ടതില്ലെന്ന മട്ടിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ മുസ്ലിമായിട്ടല്ലാതെ ഒരു മരണത്തെക്കുറിച്ച് നമ്മുടെ വീട്ടിൽ ചർച്ചയുണ്ടാവരുത്. മാത്രമല്ലല്ലോ, ഒരു കുടുംബജീവിതത്തിന്റെ കെട്ടുറപ്പിന്റെ ഒന്നാമത്തെ തുടക്കമാണ് കല്യാണം. ആ വിവാഹമെന്ന് കേൾക്കുമ്പോൾ ഇന്ന് കണ്ണൂരൊക്കെ ആണെങ്കിൽ നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ നല്ല കാറല്ല ഇപ്പൊ നോക്കണത്, നല്ല ആംബുലൻസ് സൗകര്യം കിട്ടുമോ നോക്കിയിട്ടാണ് കല്യാണത്തിന് പോണത്. എന്തേ? പടക്കം പൊട്ടിക്കല്. കല്യാണത്തിന്റെ തല്ല് കാരണം കൊണ്ട് 7 പേര് ആശുപത്രിയിൽ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ. എന്തേ കാരണം? കല്യാണത്തിന്റെ ആഘോഷത്തിമിർപ്പിൽ. ആരാ പഠിപ്പിച്ചത്? നാട്ടിലെ ഏത് പേക്കൂത്തുകൾക്കും മുഴക്കം കൊടുക്കുന്ന, അതിന് അനുവാദം കൊടുക്കുന്ന പലതിൻ്റെയും വക്താക്കൾ അത് പാടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിവാഹമെന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ സുന്ദരമായ ഒരു സുദിനമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. ഖൈറുൻ നിക്കാഹി ഐസറുഹാ, ലളിതമായ കല്യാണങ്ങളാ നല്ലത്. വിവാഹം കഴിക്കാൻ പ്രേരിപ്പിച്ചു, വിവാഹം മാന്യമാകാൻ പഠിപ്പിച്ചു. എന്നാൽ ആ വിവാഹത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പേക്കൂത്തുകൾ എന്തെല്ലാം ഇന്ന് നടക്കുകയാണ്.
അതിനുവേണ്ടി എത്ര പണമാണ് ഇന്ന് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ധൂർത്തിന്റെ പൊങ്ങച്ചത്തിന്റെ കൊഴുപ്പ് കാണിക്കുന്ന കല്യാണങ്ങൾ, ഗാനമേളയും ഡാൻസും, അതുപോലെ തന്നെ കുടുംബക്കാരുടെ മുഴുവൻ ആളുകളുടെയും നൃത്തങ്ങളും എല്ലാം അലങ്കേറി മാധ്യമങ്ങൾക്കും മീഡിയകൾക്കും ഇങ്ങനെ കണ്ടുല്ലസിക്കാൻ നിന്നു കൊടുക്കുന്ന ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും എന്തും കാണാനും അനുഭവിക്കാനുമുള്ള വേദിയായി കല്യാണങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കാൻ നമ്മുടെ കുടുംബ വ്യവസ്ഥയിൽ എങ്ങനെയാണ് സമാധാന ജീവിതം വരിക? തുടക്കം തന്നെ നശിക്കുക. വീടിനകത്താണെങ്കിൽ എന്തൊക്കെ ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെഡിങ് ആനിവേഴ്സറികൾ, പള്ളകാണൽ, ബർത്ത്ഡേ ആഘോഷം, സുന്നത്ത് കല്യാണങ്ങൾ, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയെത്തി വയസ്സറിയിക്കൽ, അങ്ങ് ചടങ്ങുകൾ ഉണ്ടാക്കി പന്തലിട്ട് അലങ്കരിച്ച് കേക്ക് മുറിച്ച് അടിപൊളിയാക്കുന്നതിന്റെ പിന്നിൽ ആഘോഷത്വരയുടെ അപ്പുറത്ത് വേറെ എന്താണ് അവർക്ക് പറയാനുള്ളത്? ഇതിനെയാണ് നമ്മൾ പറയുന്നത് നമ്മളൊരു അതിർവരമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് അല്ലാഹു തആലയാണ് നമുക്ക് തന്നത്, നമ്മുടെ പ്രവാചകരാണ് പഠിപ്പിച്ചത്. ആരാണോ അള്ളാന്റെ അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നത് അവർ അക്രമകാരികളായിരിക്കും. ഒരു അതിർവരമ്പ് പാലിക്കാനില്ലാതെ വളയമില്ലാതെ ചാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. കുടുംബമാണ് സ്വാഭാവികമായും ധാരാളം പ്രയാസങ്ങൾ വരും. ആ പ്രയാസങ്ങളിലെല്ലാം പരിഹാരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബേ, ഞങ്ങളുടെ സന്താനങ്ങളിലൂടെ, ഞങ്ങളുടെ ഇണകളിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ റബ്ബേ. ഞങ്ങളെ മക്കളെ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി മാറ്റണേ. ആരാണ് ഇങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുള്ളത്? വിശുദ്ധ ഖുർആൻ വീണ്ടും പറയാണ്, വലാ തുഹ്സിനീ യൗമ യുബ്അസൂൻ. നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ എന്നെ അപമാനിക്കല്ലേ അല്ലാ. നാളെ അള്ളാന്റെ കോടതിയിൽ അപമാനിതനാകാതിരിക്കാനുള്ള പ്രാർത്ഥന. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത. റബ്ബേ, നിന്റെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ അപമാനിതരാണ് റബ്ബേ, അതിൽ പെടുത്തരുത്. നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഇസ്ലാം നിശ്ചയിച്ച പരിഹാരങ്ങളുണ്ട്. ആ പരിഹാരങ്ങളാണ് നമ്മൾ തേടേണ്ടത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിലൂടെ അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതെയായി. ഒരു പരിഹാരം പറയാം. മകനെ കാണാതെയാവുകയാണ്. നീണ്ട വർഷങ്ങൾ കരയുകയാണ്. കണ്ണുകളാകെ നിറം മാറുന്ന അവസ്ഥയിലേക്ക് വന്ന യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏതെങ്കിലും തുപ്പിയ വെള്ളം കൊണ്ടുവന്ന് കുടിച്ചോ? ആരെങ്കിലും കാർക്കിച്ച് തുപ്പിയ വെള്ളം കൊണ്ടുവന്ന് പുരട്ടിയോ? ഏതെങ്കിലും ചരട് ഏലസുകൾ വന്ന് കിട്ടിയോ? ഇല്ലേ ഇല്ല. ഏതെങ്കിലും മക്ബറ തേടി യാത്രകൾ തേടിയോ? ഇല്ലേ ഇല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, കുടുംബത്തിന് പരിഹാരമുണ്ടായത് എങ്ങനെയാണ്? ഇന്നമാ അഷ്കൂ ബസ്സീ വഹുസ്നീ ഇലല്ലാഹ്. എൻ്റെ വേവലാതി, എൻ്റെ ആവലാദികൾ അല്ലാഹുവേ നിന്നിലേക്ക് മടക്കുന്നു. കിട്ടിയില്ലേ? പൊട്ടക്കിണറ്റിൽ നിന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിലെ മന്ത്രിയായി മാറിയ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം സൂറത്ത് യൂസുഫ് പഠിച്ചു നോക്ക്. രോഗമാണോ വിഷമമായ കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടോ? ചികിത്സിക്കണം. ഇസ്ലാം അനുവദിച്ച ഹലാലായ ചികിത്സാ സംവിധാനം വേണം. ഇസ്ലാം പഠിപ്പിച്ച ചികിത്സകളും പ്രാർത്ഥനകളും നമ്മൾ പാലിക്കണം. ഇസ്ലാം വിലക്കിയിട്ടുള്ള യാതൊരു ചികിത്സകളും നമ്മൾ തേടിപ്പോകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 13 ദിവസത്തോളം പനി പിടിച്ച് ബോധമറ്റ് തളർന്നു വീണ ദിവസങ്ങളുണ്ടായിരുന്നു. എന്തായിരുന്നു ചികിത്സ എന്നൊന്ന് പഠിക്കണം പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മുമ്പുണ്ടായ അയ്യൂബ് നബി എന്താ രോഗം ബാധിച്ചപ്പോൾ പ്രാർത്ഥിച്ചത്? അന്നീ മസ്സനിയല്ലുർ വ അൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബി എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ നീ കാരുണ്യവാനാണ് റബ്ബേ, എൻ്റെ രോഗത്തിൽ വിപത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ.
കടലിന്റെ ആഴങ്ങളിൽപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നൂഹ് നബിന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടാണോ പ്രാർത്ഥിച്ചത്? ഏതെങ്കിലും മഖാമിലെ ഏതെങ്കിലും വലിയിന്റെ പേരാണോ വിളിച്ച് പ്രാർത്ഥിച്ചത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പ്രിയപ്പെട്ടവരെ, ഇത് മുജാഹിദിന്റെ സർക്കുലർ അല്ല, ഇത് മുജാഹിദിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതല്ല. അള്ളാന്റെ ഖുർആൻ തുറന്ന് വായിച്ചോ, സൂറത്ത് യൂനുസ് വായിച്ചു നോക്ക്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. രക്ഷപ്പെട്ട കടലിന്റെ ഉള്ളിൽ മത്സ്യത്തിന്റെ വായ്ക്കകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ച ചരിത്രമാണ് പറയണത്. കുടുംബത്തിന് നല്ല പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നാ പറയുന്നത്? ഇനിയും നമുക്ക് കാണാൻ സാധിക്കും, ലോക ചരിത്രത്തിലെ വിശിഷ്ടരായ അമ്പിയാക്കന്മാരുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ എത്രയെത്ര ഉദാഹരണങ്ങൾ ആ മക്കളില്ലാതെ വിഷമിച്ചു. അങ്ങനെയുള്ള ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്ന അവരുടെ ജീവിതത്തിൽ വല്ലാത്തൊരു വിഷമമായിരിക്കും. അല്ലാഹു സ്വാലിഹീങ്ങളെ സന്താനങ്ങളെ മക്കളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സക്കരിയ നബിയും ഇബ്രാഹിം നബിയും മക്കളില്ലാത്ത ഒരുപാട് കാലം ജീവിച്ചു. എന്താ ചെയ്തത്? അവരുടെ മുമ്പ് ഒരുപാട് നബിമാരുണ്ടായിരുന്നു, ഒരുപാട് ഖബറുകൾ ഉണ്ടായിരുന്നു. സക്കരിയ നബി ജീവിച്ചത് ബൈത്തുൽ മുഖദ്ദസിലായിരുന്നു. കേട്ടോ, എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. റബ്ബേ എന്നാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖേ, ഞാൻ പറഞ്ഞ ഉദാഹരണത്തിന് പറയാ, അന്ന കാലത്ത് അവരില്ല. നമ്മുടെ നാട്ടിൽ മുഹിയുദ്ദീൻ ഷെയ്ഖേ, മുമ്പറം തങ്ങളെ, റിഫായി തങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിന്തിക്കുക, അമ്പിയാക്കന്മാരുടെ സകല ദുആകളും അല്ലാഹു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥിച്ച രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരേക്കുമുള്ള എല്ലാ പ്രാർത്ഥനകളും അല്ലാഹുവിനോട്. രോഗിനെ സന്ദർശിക്കാൻ പോകുമ്പോൾ അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ്. പള്ളിക്ക് കയറുമ്പോൾ അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. എത്ര പ്രാർത്ഥന എടുത്തു നോക്കൂ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. ഇങ്ങനെ എണ്ണിയാ തീരാത്ത പ്രാർത്ഥന. ഒരു പ്രാർത്ഥന, ഒരെണ്ണം ജീവിതത്തിൽ ഇന്ന സമയത്ത് ഇന്ന മഹാനോട് ഇല്ലേ ഇല്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബം മനസ്സിലാക്കണം, പ്രതിസന്ധികളിൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ കഴിയണം. ബദരീങ്ങളായ പ്രിയപ്പെട്ടവരായ സ്വഹാബത്ത് ബദറിന്റെ രണഭൂമിയിലെ എന്തൊരു വല്ലാത്ത പ്രതിസന്ധിയായിരുന്നു. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ബദറിന്റെ ആ പ്രതിസന്ധി നിറഞ്ഞ മണ്ണിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗാസ തേടി പ്രാർത്ഥിച്ചപ്പോൾ ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കി നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ബദരീങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. നമ്മൾ ബദരീങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമുക്കാണ് തെറ്റിയത്. ബദരീങ്ങൾ മഹാന്മാരാണ്, അവരോട് പ്രാർത്ഥിക്കാൻ അവര് പോലും പഠിപ്പിച്ചിട്ടില്ല. ഔലിയാക്കന്മാരെ ഖുർആൻ പഠിപ്പിക്കുന്നു. അസ്ഹാബുൽ കഹ്ഫ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. എത്രയോ സഹോദരങ്ങൾ അത് ഓതിയിട്ടുണ്ടാകും. അവരത് ഓതുന്നതിന്റെ ഇടയിൽ ആ ഗുഹന്റെ ഉള്ളിൽ 309 കൊല്ലം കിടത്തി ഉറക്കിയ ചരിത്രം പറഞ്ഞിട്ട് ഖുർആൻ പറയാണ്, അവര് പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. എല്ലാ ഖുർആൻ പഠിപ്പിക്കുന്ന, ഹദീസ് പഠിപ്പിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹുവിനോട്. അതുകൊണ്ട് കുടുംബത്തിനകത്ത് നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നമ്മുടെ ദുആകളും തേട്ടങ്ങളും തവക്കുലും പ്രതീക്ഷകളും നേർച്ചകളും വഴിപാടുകളും എല്ലാം എൻ്റെ റബ്ബിന് മാത്രം. അതാ നമ്മൾ പറയാറുള്ളത്, ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് പറയുന്നത് പോലെ നമ്മളായി മാറേണ്ടതുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു വന്നത്. ഇന്ന് മാത്രമാണോ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ കുടുംബവും ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിനകത്തു ശ്രദ്ധയോടെ കൊണ്ടു നടക്കേണ്ടതാണ്. പരിഹാരങ്ങൾ തേടി നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുക. കുടുംബ പ്രശ്നങ്ങൾക്ക് എന്താ പരിഹാരം? സിയാറത്ത് ടൂർ പോകുന്നവരുടെ പരസ്യ ബോർഡ് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? കുടുംബ പ്രശ്നത്തിന് പരിഹാരം. ജോലിയില്ലാത്തവർക്ക് പ്രശ്നം ശരിയാക്കാൻ, വിവാഹത്തിന് പെണ്ണ് ശരിയാകാത്തവർക്ക് ശരിയാക്കാൻ, നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടാൻ, എല്ലാത്തിനുമുള്ള പരിഹാരം എന്താ? മഖാമുകളിലേക്ക്, ജാറങ്ങളിലേക്കുള്ള സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞ് കൊണ്ടുപോവുക. ഞാൻ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം മാത്രം എടുത്ത് പറയാണ്.
ജ്യോത്സ്യന്മാരടുത്തും തങ്ങന്മാരടുത്തും പോയിട്ട് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നത് കൊഴിച്ചിടൂ, ഇന്നത് അറുക്കൂ, ഇന്നതും എഴുതി തെളിക്കൂ, ഇന്ന 4444 തവണ ഇന്ന പ്രാർത്ഥന ചൊല്ലൂ എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത നബിതങ്ങൾ പഠിപ്പിക്കാത്ത, ലോക ചരിത്രത്തിൽ മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിങ്ങൾ അടക്കമുള്ളവർക്ക് പരിചയമില്ലാത്ത എന്തൊക്കെയോ നാട്ടിൽ പഠിപ്പിക്കപ്പെടുകയാണ്. ഓരോ മഖാമുകളിൽ നിന്ന് മറ്റൊരു മഖാമുകളിലേക്ക് പണം ചെലവാക്കി ആളുകൾ യാത്ര പോകുമ്പോൾ ചിന്തിക്കണം, ആരാണ് അവിടെ കിടക്കുന്നവരെന്ന് നിങ്ങൾ തിരിച്ചറിയുക. തൊട്ടടുത്ത പരിസരമാണല്ലോ മടവൂരിന്റെ കേന്ദ്രം എന്ന് പറയുന്ന മടവൂർ. ഞാൻ ആ സ്ഥലത്തിന് തൊട്ടടുത്ത സ്ഥലത്ത് സന്ദർശിച്ചിട്ടുണ്ട്. പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ ആ നാട്ടിലെ ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും അവിടെ അത്ര വലിയ ഒരു സംഭവമായി അവരാരും പറയുന്നില്ല. എന്നാൽ മറ്റു പരിസരങ്ങളിൽ നിന്ന് അവിടേക്ക് ആളുകൾ വരികയാണ്. CM മടവൂരിനെ കുറിച്ച് അവർ എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്. CM സ്മരണിക എന്ന പുസ്തകത്തിൽ CM മടവൂർ എന്ന വ്യക്തിനെ കുറിച്ച് പറയാ, ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ആ മനുഷ്യൻ സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു, നമസ്കരിക്കാറില്ലായിരുന്നു, നോമ്പ് പിടിക്കാറില്ലായിരുന്നു, ജുമഅയിൽ പങ്കെടുക്കാറില്ലായിരുന്നു, നോമ്പ് പിടിക്കുന്നവരോട് വെള്ളം കൊടുത്ത് നോമ്പ് മുറിക്കാൻ പറയുമായിരുന്നു. ഇയാൾ എങ്ങനെയാണ് ഒരു മഹാനായ ഔലിയ പട്ടം കൊടുക്കാൻ എങ്ങനെയാണ് ഇസ്ലാമിന്റെ മാനദണ്ഡമുള്ളത്? അദ്ദേഹത്തിന് സുഖമില്ലാതായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയിൽ മക്കളില്ലാതെ ആയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ അയാൾ പരിഹരിക്കപ്പെടുന്നത്? അതും മരിച്ചുപോയതിനു ശേഷം. ജീവിച്ചിരിക്കുമ്പോൾ പരിഹാരമൊക്കെ പറഞ്ഞുതരാൻ പറ്റും, ഇത് മരണപ്പെട്ടതിനു ശേഷമാണ് പോയിട്ട് പരിഹാരം തേടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പാടാൻ തുടങ്ങി, ഉങ്കള തുണയല്ലാതൊരു തുണയും ഞങ്ങളിലില്ല മടവൂരേ, നിങ്ങളല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ ആളില്ലെന്ന് ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തു. കുറച്ചും കൂടി അങ്ങോട്ട് പോയി പുത്തമ്പള്ളി പരിസരത്തേക്ക് ചെന്നാൽ, മുനമ്പത്തേക്ക് ചെന്നാൽ, മുനമ്പത്ത് ബീവി എന്ന് പറയുന്ന ഒരു മഖാമുണ്ട്. ആളുകൾ കൂട്ടം കൂട്ടമായി ഒഴുകിക്കൊണ്ടിരിക്കുക, ആണും പെണ്ണും വന്നുകൊണ്ടിരിക്കുക. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, ആരും പ്രസംഗം കേൾക്കാൻ വരുന്നു വേണ്ട, യൂട്യൂബിൽ അടിച്ചോ മുനമ്പത്ത് ബീവിന്റെ മഖാമ്, രംഗങ്ങനെ കാണാലോ. എന്താ പോലീശ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുസ്തകത്തിൽ, ഊരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോട് ഉമർ ഖാളി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരും പേരറിയില്ല, ഖബറിൽ കിടക്കുന്ന വ്യക്തിന്റെ പേരറിയില്ല, സ്ഥലമറിയില്ല, മഹാനാണ് താനും. എന്ത് മഹാൻ, എന്ത് മഹദി? വെളിയങ്കോട് ഉമർ ഖാളി കുഞ്ഞുമരക്കാർ പോലെ മഹാന്മാരായ മനുഷ്യർ ജീവിച്ച നാടായിരുന്നു. എന്തു ചെയ്യാം? അതുകൊണ്ട് എങ്ങനെയാണ് ഒരാൾ വലിയായി മാറുന്നത്? ഒന്നുകൂടി അപ്പുറത്തേക്ക് വിട്ടു നിങ്ങൾ, ഒന്നുകൂടി കൊല്ലത്തേക്ക് ചെന്ന് നോക്ക്. ഓച്ചിറ എന്ന് പറയുന്ന പരിസരമുണ്ട്, ഇപ്പോഴുണ്ട്. ഓച്ചിറ ഉപ്പൂപ്പ എന്ന പേരിൽ ഇന്ന് നാം വായിക്കുന്ന മനുഷ്യന്റെ യഥാർത്ഥ പേര് ദാമോദരൻ എന്നായിരുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ക്ഷമിക്കണം, ഇത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ സമുദായത്തോട് ക്രൂരതയാണ് ചെയ്യുന്നത്. ഓച്ചിറയിലെ ദാമോദരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം അവിടെ നമ്മുടെ സമുദായത്തിലെ നേതാക്കന്മാരിൽ ചിലരൊക്കെ ചെന്നിട്ട് അത് ദാമോദരനല്ല എന്നും ഞങ്ങളുടെ വലിയാണെന്നും പറഞ്ഞ് ആ ഡെഡ് ബോഡി ഇങ്ങ് കൊണ്ടുവന്നിട്ട് പേരങ്ങ് മാറ്റി ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറഞ്ഞ് ഒരു മഖാമും അതുപോലെ തന്നെ ഒരു പണപ്പെട്ടിയും കൊണ്ടുപോയി സയാമി സിരട്ടകളെ പോലെ എവിടെ ജാറമുണ്ടോ മഖാമുണ്ടോ അവിടെ പെട്ടി ഉണ്ടാകും. മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വന്നാൽ അത്ഭുതകരമായ വാർത്തകൾ. സാധാരണ എല്ലായിടത്തും ഓരോരുത്തർക്കും ഓരോ മഖാമാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ അവിടുത്തെ പുത്തനങ്ങാടിയിൽ ഒരു വലിയന് 2 ഖബറാണ്. ഒരു വലിയന് 2 ഖബർ, 2 ജാറം, 2 പള്ളി, 2 പെട്ടി. എന്തിനാണ് ഇത്? വരുമാന മാർഗമാണ്. നേരത്തെ പറഞ്ഞില്ലേ, മരിക്കുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ. ആ കാര്യം അതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുക. ഇത് പറയുമെന്നറിയുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇത് കേൾക്കരുതേ, പോകരുതേ, പറയരുതേ, മിണ്ടരുതേ, ചിരിക്കരുതേ, മരിച്ചാൽ പോകരുതേ, കാണാൻ പോകരുതേ, സംസാരിക്കാൻ പോകരുതേ, എന്തൊക്കെയാ നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ നാട്ടിൽ പ്രിയപ്പെട്ട മനുഷ്യരോട് പറയാം, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ
വിലപിക്കാതിരിക്കാൻ, കൈകടിക്കാതിരിക്കാൻ പഠിക്കണേ. വിശുദ്ധ ഖുർആൻ ഓതണം, അർത്ഥം പഠിക്കണം, വിശദീകരണങ്ങൾ വായിക്കണം, അതിൽ പറഞ്ഞത് പ്രവർത്തിക്കണം. അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇവിടെ വിശുദ്ധ ഖുർആനിന്റെ പഠന ക്ലാസ് എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക് ഇൻഷാ അല്ലാഹ് പുരുഷന്മാർക്ക് വേണ്ടിയാണ് ആ സൗകര്യം ശനിയാഴ്ച ചെയ്തു വെച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 11:30 ക്ലാസ് തുടങ്ങുന്നത്. ഖുർആൻ പഠിക്കണമെന്ന നിയ്യത്തോടെ എഴുതാനുള്ള സൗകര്യങ്ങളൊക്കെ എടുത്ത് മുടങ്ങാതെ സമയബന്ധിതമായി താല്പര്യപൂർവ്വം പഠിക്കാനും സഹോദരങ്ങളെ കൂടെ ചേർക്കാനും കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കുക. ആളുകളുടെ എണ്ണം കുറവായിരിക്കാം. വീണ്ടും പറയാണ്, നന്മയിൽ എന്നും ആളുകൾ കുറവായിരിക്കും. നമ്മൾ ദീനിന്റെ കൂടെ നിൽക്കുക. നാളെ പരലോക കോടതിയിൽ ഒരുപാട് ആളുകളെ നരകത്തിന്റെ വിറകാക്കി മാറ്റുന്ന സമയത്ത് നരകത്തിന്റെ തഗയ്യുദം വസഫീറാ, ഒരു ഗർജനമുണ്ട്, ഒരു രോഷം നിറഞ്ഞ ശബ്ദം ഇങ്ങനെ കേൾക്കും. ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് അവരോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഈ നരകത്തിൽ എത്തിപ്പെട്ടത്? അവർ പറയുന്ന വാക്കുണ്ട്, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങളെങ്ങാനും ദുനിയാവിൽ കേട്ടിരുന്ന സന്ദേശങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഒന്ന് കേട്ടുകൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിന്റെ വിറകായി മാറൂലായിരുന്നു. ഞങ്ങൾ കേട്ടില്ല, ഞങ്ങൾ ചിന്തിച്ചില്ല, ഞങ്ങൾ പഠിച്ചില്ല. നരകത്തിന്റെ ആളുകൾ വന്നിട്ട് നരകത്തിന്റെ മാലാകമാരോട് വന്ന് പറയുമത്രേ, ഞങ്ങൾക്ക് ഒരു 1-2 ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഒന്ന് സ്വർഗത്തിന്റെ തീരത്ത് ഒന്ന് കാറ്റുകൊള്ളാനെങ്കിലും ഒരു സമയം തരുമോ? അപ്പൊ നരകത്തിന്റെ മാലാകമാര് ചോദിക്കും, അലം യഅതികും റസുലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനകും ലിഖാ യൗമിക്കും ഹാദാ. ഒരു ദിവസം വരാനുണ്ട്, ഒരു നരകമുണ്ട്, അതൊക്കെ താക്കീതുകാർ നിങ്ങൾക്ക് വന്നില്ലേ? ഉപദേശം നിങ്ങൾക്ക് കിട്ടിയില്ലേ? നിങ്ങൾ എന്തേ അത് കേൾക്കാതിരുന്നത്? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ. വന്നിരുന്നു, കേട്ടിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ ചില ആളുകളൊക്കെ വന്നിരുന്നു, സംസാരിച്ചിരുന്നു. ഞങ്ങൾ അതെല്ലാം നിഷേധിച്ചവരായി. അവർ ഖുർആനാണ് ഈ പറയണത്. വേറെ ചില ആളുകളുണ്ട്, അവർ പറയും ഞങ്ങളിതൊക്കെ മനസ്സിലാക്കിയിരുന്നു, പക്ഷേ ഞങ്ങളുടെ ചങ്ങാതിയാണ് നമ്മളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ഹക്ക് കേട്ടിരുന്നു, ദീന് കേട്ടിരുന്നു, ഉപദേശങ്ങളൊക്കെ കിട്ടിയിരുന്നു. യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇന്ന ചങ്ങാതിയെ ഞാൻ എൻ്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ രക്ഷപ്പെട്ടിരുന്നേനെ. ചങ്ങാതി പറയണതിനനുസരിച്ച് നടന്നു. അവനെ തെറ്റിക്കണ്ട, പിണക്കണ്ട എന്ന് വിചാരിച്ചിട്ട് സകല ഹറാമുകളും ഷിർക്കുകളും ഖുറാഫാത്തുകളും ബിദ്അത്തുകളും ചെയ്തു കൂട്ടി. എന്നിട്ട് അവസാനം വിലപിക്കുകയാണ്. ആ വിലാപങ്ങൾ കൊണ്ട് അവന് ഫലമില്ല. വേറെ ചില മനുഷ്യരുണ്ട്, അവരുടെ സങ്കടം കേൾക്കണം നിങ്ങൾ. അവരൊരുപാട് ബഹുമാനിച്ച് ആദരിക്കും, നല്ല വിലപിടിപ്പുള്ള അത്തർ കൊടുക്കും, നല്ല ഭക്ഷണം കോരിക്കോരി കൊടുക്കും, വിലപിടിപ്പുള്ള കാർ അവർക്ക് സൗജന്യമായി കൊടുക്കും, എല്ലാ നിലക്കുമുള്ള സംവിധാനം ഒരുക്കി കൊടുക്കും. ആരാണവർ? സാദാത്യങ്ങളാണ്, കുബറാക്കന്മാരാണ്, നാട്ടിലെ വലിയ വലിയ കാരണവന്മാരാണ്, സയ്യിദന്മാരാണെന്നൊക്കെ വിചാരിക്കും. പരലോകത്ത് വരികയാണ്. ആ സമയത്ത് ഇവര് പറയാണ്, നരകക്കാര് പറയാണ്, റബ്ബനാ ഇന്നനാ അത്അനാ സാദതനാ വകുബറാനാ. ഞങ്ങളെ സയ്യിദന്മാര്, ഞങ്ങളെ സാദാത്യങ്ങളും ഞങ്ങളെ കുബറാക്കന്മാര് ഞങ്ങളോട് ഇങ്ങനെ ദീനാന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞെന്നു. ഞങ്ങൾ അതെല്ലാം അനുസരിച്ചു. അവസാനം അവര് ഞങ്ങളെ വഴിപിഴപ്പിക്കുകയായിരുന്നു. അവര് ഞങ്ങളെ പിഴപ്പിച്ച അവസ്ഥയിലേക്ക് കൊണ്ട് തള്ളിയിടുകയായിരുന്നു. റബ്ബനാ ആതിഹിം ദുഅഫൈനി മിനൽ അദാബ്. റബ്ബേ, അവർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണം. വൽഅൻഹും ലഅനൻ കബീറാ. അവരെ വലിയ ശാപത്തിനിരയാക്കുകയും വേണം. എന്താ അവരുടെ പ്രത്യേകത? അവരെ ശ്രദ്ധിക്കണം, അവരെ സൂക്ഷിക്കണം. ദീനിൽ നിന്ന് ജനങ്ങളെ പിഴപ്പിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇത് പറയാതിരിക്കാൻ, ഈ ദുനിയാവിൽ ഇവിടെ വെച്ച് തന്നെ ചിന്തിക്കാൻ വേണ്ടി ഖുർആനിനകത്ത് ഇത് വന്നിട്ടുണ്ട്. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്.
ലയകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നും. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇന്ന് ശരിക്കും ഇങ്ങനെ കാണാൻ സാധിക്കും. ഓൺലൈനിൽ ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടാകും. നബി പഠിപ്പിക്കാത്ത സ്വലാത്ത് ഓൺലൈനിൽ 10-40 ആൾക്കാരുണ്ട്. ഒരുപാട് ശ്രോതാക്കളുമുണ്ട്. അടിയിൽ ഗൂഗിൾ പേ നമ്പറുമുണ്ട്. സ്വലാത്ത് ചൊല്ലാൻ എന്തിനാ ഗൂഗിൾ പേ? എത്രയോ ദിക്റിന്റെ പ്രത്യേക മജ്ലിസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇത്ര രൂപ എന്ന് പറഞ്ഞ് ലേലം വിളിക്കുന്നും പണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദിക്ർ ചൊല്ലാനും പൈസ. എന്തിനെല്ലാം നമ്മുടെ നാട്ടിൽ മരിച്ചാലും ജനിച്ചാലും ഗൾഫ് പോകുമ്പോഴും എന്തിനും പണം ചെലവഴിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന സാഹചര്യങ്ങൾ. പ്രാർത്ഥിക്കാൻ പണം കൊടുക്കുക, സ്വലാത്തിന് പണം കൊടുക്കുക, നേർച്ചക്ക് പണം കൊടുക്കുക. പണം കൊണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കണം നമ്മൾ. അവിടെയാണ് ഇസ്ലാം പറഞ്ഞ ആ വാക്ക്, നിങ്ങളുടെ പണം അന്യായമായി തിന്നുന്ന ജനങ്ങളെ ദീനെന്ന് വഴിതെറ്റിക്കുന്നവരുണ്ട്, ശ്രദ്ധിക്കാനാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇതൊരു തുടക്കം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഇനിയും ഇത്തരത്തിലുള്ള സദസ്സുകൾ ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ഒരു സന്ദർഭത്തിന് ഇവിടെ അവസാനം കുറിക്കുമ്പോൾ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ സൗമ്യമായ ശ്രദ്ധയോടെ പറയാൻ ആഗ്രഹിക്കുന്ന 2 മിനിറ്റ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ, വളരെ പ്രധാനമായ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം സൂചിപ്പിക്കാനുള്ളത്, തൊട്ടടുത്ത നമ്മുടെ പ്രദേശമായ ഇരിട്ടിയിൽ, നമ്മുടെ ജില്ലക്കകത്തുള്ള ഇരിട്ടിയിൽ ഹുസൈൻ സലഫിയും TK അഷ്റഫ് സാഹിബ് അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഒരു ഫാമിലി അവേക്കണിംഗ് കോൺഫറൻസ് വരാനിരിക്കുക. നമ്മുടെ കുടുംബത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ ചില സാമ്പിളുകൾ മാത്രം ഇങ്ങനെ മാത്രമാണ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത്. ആ വിഷയങ്ങളെ ഗൗരവപരമായി കൃത്യമായി വലിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു വലിയ ശാക്തീകരണ പ്രോഗ്രാം നവംബർ 16-ാം തീയതി നടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തെ കൂട്ടി ഹുസൈൻ സലഫി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഒരു മഹാസദസ്സിന് സാക്ഷികളാവാൻ ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേ ദിവസം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പട്ടാമ്പിയിൽ വെച്ചുകൊണ്ട് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് നടക്കുകയാണ്. അധ്യാപകരായ ടീച്ചർമാരായ ആളുകൾ മുഴുവൻ ആ സമയം കൂടെ ഉപയോഗപ്പെടുത്താൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ദീനിയായ പരിസര പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിജ്ഞാന പ്രോഗ്രാമുകളിൽ എല്ലാ ശനിയാഴ്ചയും തൊട്ടപ്പുറത്ത് നമ്മുടെ ചക്കരക്കല്ലിലെ പള്ളിക്ക് കീഴിൽ QHLS ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ എന്ന് പറയുന്ന ആപ്പ് ഏതൊരാൾക്കും ദീന് പഠിക്കാൻ ലളിതമായി 10 ലക്ഷം ആളുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇസ്ലാമിക സമാധാനത്തിൻ്റെ കേന്ദ്രമായ, കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമായ, മക്കളെ പരിപാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന, ലൈവ് കൗൺസിലിംഗ് അടക്കം ലഭിക്കുന്ന പീസ് റേഡിയോ എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ ആപ്പ് സ്റ്റോറിൽ നിന്നും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും കിട്ടുന്ന ഒരു മാർഗമുണ്ടെന്നതും തുറന്നത് പഠിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജമീൽ ആപ്പ് നമുക്ക് ദീന് പഠിക്കാനുള്ള വീഡിയോകളുടെ ഒരു കൂമ്പാരമുണ്ട്. നേർപ്പദം വാരിക നമുക്ക് ആഴ്ചക്ക് ലഭിക്കുന്ന വിജ്ഞാനത്തിൻ്റെ ഒരു പത്രമാണെങ്കിൽ പോലും ആ വാരികയെ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പമുള്ള ധാരാളക്കണക്കിന് സംവിധാനങ്ങൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ഉണ്ട്. അടുത്തറിയാൻ ഈ നടന്ന 2 പ്രഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ഏതെങ്കിലും വ്യക്തികൾക്ക് പുസ്തകങ്ങളോ സംശയങ്ങൾ ദൂരീകരിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ സംഘാടകരുമായി ബന്ധപ്പെടാൻ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. ഏതെങ്കിലും ആയത്ത് നമ്പറോ സൂറത്ത് നമ്പറോ പണ്ഡിതന്മാരുടെ കൗലിൻ്റെ ഉദ്ധരണികളോ എന്തെങ്കിലും ഒരു തെളിവ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കോണ്ടാക്ട് ചെയ്യാം, ബന്ധപ്പെടാം, സംശയങ്ങൾ ദൂരീകരിക്കാം. അൽ ബയാൻ സെന്റർ ഇൻഷാ അല്ലാഹ് ഇനി പ്രവർത്തന സജ്ജമാവുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം സദാ നമ്മിൽ ഉണ്ടാകുമാറാകട്ടെ. ഈ ഒരു അധ്വാനത്തിൻ്റെ പിന്നിൽ, ഇതിൻ്റെ പിന്നിലുള്ള ഓരോരുത്തരും ചെയ്ത സാമ്പത്തികവും ശാരീരികവുമായ അധ്വാനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നല്ല പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ നമുക്കതിൻ്റെ പരലോകത്ത് വെളിച്ചമാകുന്ന ഇഖ്ലാസ് പടച്ച റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ ഒട്ടനേകം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പള്ളിപ്പൊയിലിൻ്റെ പരിസരങ്ങളിലുമൊക്കെയായി ജീവിച്ച നമ്മുടെ പ്രവർത്തകന്മാരുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവർ, ഉമ്മമാർ, മാതാപിതാക്കൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുവേ, നീ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ. അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സുദ്ദീഖന്മാരുടെ, ശുഹദാക്കന്മാരുടെ കൂടെ സ്വർഗത്തിൻ്റെ ഉയർന്ന ദറജയിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ റഹ്മാനെ. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും പാലിച്ചുകൊണ്ട് ആരൊക്കെ എതിർത്താലും വിമർശിച്ചാലും സത്യം മുറുകെ പിടിച്ച് മരിക്കുവോളം ജീവിക്കാൻ, അതുപോലെ ജീവിതത്തിൻ്റെ അവസാനം ഈമാനോടെ മരിച്ചു പോകാൻ
കൊണ്ടുപോകാൻ പടച്ചറബ്ബേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംറിനാ റഷദാ. റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅ الشاهدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.